അമൃത കൽപ്പിത സർവകലാശാലയിലെ എട്ടിമട ക്യാമ്പസിൽ അഷ്ടമി രോഹിണി വിപുലമായി ആഘോഷിച്ചു. ഉത്സവഛായ പകർന്ന ചടങ്ങിൽ 6000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. എട്ടിമട ക്യാമ്പസിലെ 6000-ഓളം വിദ്യാർത്ഥികളും ജീവനക്കാരുമാണ് വൈവിധ്യമാർന്ന രീതിയിൽ ഗോകുലാഷ്ടമി ആഘോഷിച്ചത്. നിശ്ചല ദൃശ്യങ്ങളും കോൽകളിയുമൊക്കെ കോർത്തിണക്കിക്കൊണ്ടായിരുന്നു ആഘോഷം. ക്യാമ്പസിലെ വിവിധ വകുപ്പുകളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ ഘോഷയാത്രയായിരുന്നു ആഘോഷത്തിലെ ഏറ്റവും വൈവിധ്യമാർന്ന ഇനം. പാലാഴി മധുരവും ഭഗവത്ഗീതയും ഗോവർദ്ധനം ചൂടിയ കൃഷ്ണനുമെല്ലാം ഉൾപ്പെടുന്ന 12 നിശ്ചല ദൃശ്യങ്ങൾ ആഘോഷത്തിന് അഴക് പകർന്നു. പൂതനും തിറയും ഇണക്കാളുകളുമെല്ലാം ഘോഷയാത്രയ്ക്ക് മറ്റേകി. കൽപ്പിത സർവകലാശാല പ്രോ ചാൻസലർ ബ്രഹ്മചാരി അഭയാമൃത ചൈതന്യ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. എട്ടിമടയിൽ നിന്നും ക്യാമറാമാൻ എ അനുരാഗിനൊപ്പം സി കെ രാജീവൻ, അമൃത ന്യൂസ്. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചുള്ള ശോഭായാത്രയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ചെറുഘോഷയാത്രകൾ പാളയത്ത് സംഗമിച്ച ശേഷമാണ് ശോഭയാത്ര തുടങ്ങിയത്. 100 കണക്കിന് ഭക്തർ ശോഭയാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. കിഴക്കേക്കോട്ട ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര നടയിലാണ് ശോഭയാത്രകൾ വന്നു ചേരുക. കൊച്ചി നഗരത്തെ അമ്പാടിയാക്കിക്കൊണ്ടുള്ള ശോഭയാത്രയിൽ 1000 കണക്കിന് ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരുമാണ് അണിനിരക്കുന്നത്. നഗരത്തിലെ 5 ക്ഷേത്രങ്ങളിൽ നിന്നാണ് ശോഭയാത്രകൾ ആരംഭിച്ചത്. പരമാരദേവി ക്ഷേത്രത്തിൽ നിന്നുള്ള ശോഭയാത്ര മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു. ജോസ് ജംഗ്ഷനിൽ സംഗമിക്കുന്ന ശോഭയാത്രകൾ എറണാകുളം ശിവക്ഷേത്രത്തിൽ സമാപിക്കും. കോഴിക്കോട്ടും ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് വർണ്ണശബളമായ ശോഭായാത്ര നടന്നു. നഗരത്തിന്റെ പല ഭാഗത്തു നിന്നെത്തിയ ശോഭായാത്രകൾ മുതലക്കുളം മൈതാനിയിൽ എത്തി നഗരം വലം വയ്ക്കുകയാണ്. നിശ്ചല ദൃശ്യങ്ങളും ഉണ്ണിക്കണ്ണന്റെ വേഷമിട്ട കുരുന്നുകളും ഘോഷയാത്രയ്ക്ക് നിറപ്പകിട്ടി.